ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തേൻനിലാവ് അതിലെ അഞ്ചാമത്തെ പാഠാണ്. അപ്പോൾ തേൻനിലാവ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു എക്സാം ഉണ്ടാവും. ചോദ്യങ്ങൾ ചോദിക്കലാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ, അവസാനം എഴുതാൻ, ഹർക്കത്ത് എഴുതാനൊക്കെ അവർക്ക് കിതാബത്ത് എക്സാമിനേക്ക് ഒക്കെയാണ് വരിക. അപ്പോൾ അതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ അത് നോക്കേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ അതിൽ കയറിയാൽ നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് പാഠത്തിൽ? അഞ്ചാമത്തെ പാഠാണല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് കഥകളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കാം. നമുക്കിവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊന്ന് കുറച്ച് ഭാഗം മനസ്സിലാക്കുക. മക്കയിലുള്ള കഅബ അതാണ് നമ്മുടെ കിബില അല്ലേ. മക്കയിലുള്ള കഅബ അതാണ് നമ്മുടെ കിബില. നമ്മുടെ കിബില ഏതെന്ന് വെച്ചാൽ കഅബ. അതെവിടെയാണ്? മക്കയിലാണ്. നമ്മുടെ കിബില മക്കയിലാണ്. നമ്മുടെ കിബില കഅബയാണ്. നിസ്കരിക്കുമ്പോൾ കിബിലക്ക് മുന്നിടണം. നിസ്കരിക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് മുന്നിടേണ്ടത്? കിബിലയിലേക്ക് മുന്നിടണം. നിസ്കരിക്കുമ്പോൾ കിബിലക്ക് മുന്നിടണം, അതായത് കിബിലക്ക് നേരെ തിരിയണം. ആദ്യം കഅബ നിർമ്മിച്ചത് മലക്കുകളാണ്. പിന്നീട് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് പുതുക്കി പണിതു. ആദ്യം നിർമ്മിച്ചത് മലക്കുകളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുതുക്കി പണിതു. ഇസ്മായിൽ അലൈഹി ഇസ്ലാം സഹായിച്ചു. കൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം സഹായിച്ചു. അപ്പോൾ കഅബ പുതുക്കി പണിതത് ആരെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സഹായിച്ചത് ആരാണ്? ഇസ്മായിൽ അലൈഹി ഇസ്ലാം. കഅബ ആദ്യം നിർമ്മിച്ചതാര്? മലക്കുകൾ. നിർമ്മാണം പൂർത്തിയായി അവർ ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കഅബയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം അവർ ദുആ ചെയ്തു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ദുആ ചെയ്തതാണ്. അപ്പോൾ അത് ചോദ്യമായിട്ട് വരാം. കഅബയുടെ പണി പൂർത്തിയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു എന്ത്? അപ്പോൾ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും, ഹർക്കത്തുകൾ ഇട്ടുകൊടുക്കാനൊക്കെ വരാം. അപ്പം എഴുതി തന്നെ പഠിക്കട്ടോ. അടുത്തതാ, മുസ്ലിങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നത് എവിടേക്കാണ്? മക്കയിലേക്കാണ്. എന്നാണ് ഹജ്ജിന് പോകുക എന്നറിയോ? ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ് എപ്പോഴാണ്? ദുൽഹിജ്ജ മാസത്തിൽ. അങ്ങനെയൊക്കെ ചോദ്യം വരും. ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്. എവിടേക്കാണ് ഹജ്ജിന് പോകേണ്ടത്? മക്കയിലേക്ക്. മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നു. എവിടേക്ക്? മക്കയിലേക്ക്. എപ്പോഴാണ്? ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്. നമുക്കും ഹജ്ജ് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, ആമീൻ. അപ്പോൾ നമുക്ക് ഹജ്ജ് ചെയ്യണ്ടേ? ചെയ്തവരൊക്കെ ഉണ്ടാവില്ല. അള്ളാഹു ഇനി ചെയ്യാത്തവർക്കും അതിനുള്ള ഭാഗ്യമൊക്കെ നൽകട്ടെ, ആമീൻ ആമീൻ റഹ്മത്തിക യാ അർഹമുർ റഹീമീൻ. അപ്പോൾ ഇവിടെ കഅബയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊക്കെ നോക്കാം. ഇനി നമുക്ക് ആക്ടിവിറ്റി എന്താ നോക്കാം. പറഞ്ഞ് കേട്ട് മനസ്സിലാക്കുക. മക്ക, കഅബ, കിബില, പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെന്താണ്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. നുക്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കണം. മക്കയിലുള്ള ഡാഷാണ് നമ്മുടെ കിബില. മക്കയിലുള്ള കഅബയാണ്. അപ്പോൾ പാടത്ത് പോയി നോക്കിയിട്ട് ഇവിടെ കഅബ എന്ന് എഴുതുക. ഇവിടെ ഉണ്ട് കഅബയാണ് നമ്മുടെ കിബില. കഅബ ആദ്യം നിർമ്മിച്ചത് മലക്കുകളാണ്. മുസ്ലിങ്ങൾ ഡാഷിന് എവിടേക്ക് പോകുന്നു? മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. മുസ്ലിങ്ങൾ
മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. അപ്പോൾ ഇവിടെ മക്കയിലേക്ക് എന്ന് എഴുതി കൊടുക്കുക. ഒക്കെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. മലക്കുകളാണ് കഅബ ആദ്യം നിർമ്മിച്ചത്. കഅബയാണ് നമ്മുടെ കിബില. അപ്പോൾ അതൊക്കെ ഇവിടെ നോക്കിയിട്ട് തെറ്റില്ലാതെ അവിടെയൊക്കെ എഴുതുക. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. കഅബ എവിടെയാണ്? കഅബ എവിടെയാണ്? പരിശുദ്ധ മക്കയിലാണ് കഅബ. പരിശുദ്ധ മക്കയിലാണ്. ഫസ്റ്റ് ലൈനല്ലേ? അടുത്ത മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്ന എവിടേക്കാണ്? മക്കയിലേക്ക്. മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നത് മക്കയിലേക്കാണ്. ഏത് മാസത്തിലാണ് ഹജ്ജ്? ഏത് മാസത്തിലാണ്? ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസം നമ്മളവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പാഠത്തിൽ. അടുത്തത് കഅബ നിർമ്മാണത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സഹായിച്ചു ആരായിരുന്നു? ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ആരാണെന്ന് അറിയാം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. നിർമ്മാണം പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. എന്തായിരുന്നു? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. പക്ഷേ കിതാബത്ത് എക്സാം അതിന് ഇതൊക്കെ വിട്ടഭാഗം പൂരിപ്പിക്കാനും ഹർക്കത്തുകൾ നൽകാനും പകർത്തി എഴുതാനൊക്കെ വരും. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും ഓരോ പാഠത്തിൻ്റേതും എഴുതി പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എത്രയാണ് 5ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.